പശ്ചിമേഷ്യയിൽ നാം കാണുന്ന നിരന്തരമായ സംഘർഷങ്ങളും ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളും ജനാധിപത്യം സ്ഥാപിക്കാനോ മനുഷ്യാവകാശം സംരക്ഷിക്കാനോ ഉള്ളതല്ല. ചോദ്യം വളരെ വ്യക്തമാണ്. ഇറാനിലെ ഈ ഭൗമരാഷ്ട്രീയ സംഘർഷം യഥാർത്ഥത്തിൽ ആണവായുധ വ്യാപനം തടയാനുള്ള ഒരു ആഗോള നീക്കമാണോ, അതോ ചൈനയുടെ സിൽക്ക് റോഡിനെയും റഷ്യയുടെ ഊർജ്ജ കുത്തകയെയും ഒരേ സമയം തകർക്കാനുള്ള $1 ട്രില്യൺ പൈപ്പ് ലൈൻ വാസ്തുവിദ്യയാണോ? ഒപെക്കിന്റെ ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബുള്ളറ്റിനിലെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങാം. 208 ബില്യൺ ബാരലുകൾ. ഇത് ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള എണ്ണ ശേഖരണത്തിന്റെ 12%. ഈ ഭീമമായ ശേഖരത്തിന്റെ അർത്ഥം വരും ദശകങ്ങളിലെ ആഗോള എണ്ണവിലയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഈ ഭൂപ്രദേശത്തിന് കഴിയും എന്നതാണ്. കപ്ലർ, വോർടെക്സ എന്നീ ഗ്ലോബൽ ട്രാക്കിംഗ് ഏജൻസികളുടെ ഡേറ്റ പറയുന്നത് ഏറ്റവും കർശനമായ പാശ്ചാത്യ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രതിദിനം 1.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറാനിൽ നിന്ന് നിശബ്ദമായി ചൈനീസ് തുറമുഖങ്ങളിലേക്ക് ഒഴുകുന്നു എന്നാണ്. മറുഭാഗത്ത് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡേറ്റ പ്രകാരം ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% കടന്നു പോകുന്നത് കേവലം 1.5 മൈൽ മാത്രം വീതിയുള്ള സ്ട്രെയിറ്റ് ഓഫ് മലാക്ക വഴിയാണ്. ഈ 3 ഡേറ്റകൾ വെറുമൊരു യാദൃശ്ചികതയല്ല, ആഗോളാധിപത്യത്തിന്റെ ഗണിതശാസ്ത്രമാണ്. ഈ വിഷയത്തിലെ ഔദ്യോഗിക ഭാഷ്യം വളരെ കൃത്യമായി വാർത്തെടുത്തതും അതിവിദഗ്ധമായി വിപണനം ചെയ്യപ്പെടുന്നതുമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പെന്റഗണിന്റെയും ഔദ്യോഗിക നയതന്ത്ര രേഖകൾ ലോകത്തോട് നിരന്തരം പറയുന്നത് ഇറാൻ ഒരു ആഗോള സുരക്ഷാ ഭീഷണിയാണെന്നാണ്. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ന്യൂക്ലിയർ നോൺ പ്രോഫിലറേഷൻ അഥവാ ആണവായുധ വ്യാപനം തടയുക എന്നതാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ റീജിയണൽ പ്രോക്സികൾക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സൈനിക പിന്തുണ പശ്ചിമേഷ്യൻ സമാധാനത്തെ വേരോടെ തകർക്കുന്നുവെന്നും അതിനാൽ ഒരു സ്വതന്ത്ര ലോകക്രമം നിലനിർത്താൻ ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർവീര്യമാക്കേണ്ടതുണ്ടെന്നും അവർ വാദിക്കുന്നു. ഇതാണ് ഈ യുദ്ധങ്ങളുടെ ഔദ്യോഗിക പോളിസി ബാക്കിംഗ്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും നാവികസേന വിമാനവാഹിനി കപ്പലുകൾ പേർഷ്യൻ ഉൾക്കടലിലേക്ക് വിന്യസിക്കുന്നതും ഈ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യാവകാശം, സമാധാനം, ജനാധിപത്യം എന്നീ പദാവലികൾ ഉപയോഗിച്ച് വളരെ മനോഹരമായാണ് ഐക്യരാഷ്ട്രസഭയുടെ വേദികളിൽ ഈ PR നറേറ്റീവ് പടുത്തുയർത്തിയിരിക്കുന്നത്. അണിയറയിലെ യഥാർത്ഥ സാമ്പത്തിക താല്പര്യങ്ങളെ ചോദ്യം ചെയ്യാതെ ഈ തിയറി അപ്പാടെ വിശ്വസിക്കാനാണ് വ്യവസ്ഥിതി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി ഈ ഔദ്യോഗിക ഭാഷ്യത്തിന് പിന്നിലെ യഥാർത്ഥ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റ പ്രേക്ഷകർക്കായി ഒന്ന് ഡീകോഡ് ചെയ്യാം. ഔദ്യോഗിക വാദം ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുകയും സമാധാനം സ്ഥാപിക്കുകയുമാണ് എന്നതാണ്. ഇനി BP സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ ഓഫ് വേൾഡ് എനർജി ഡേറ്റ നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രകൃതിവാതക ശേഖരം ഇറാനിലാണ്. ഉക്രൈൻ യുദ്ധത്തോടെ യൂറോപ്പിലേക്കുള്ള റഷ്യൻ വാതക വിതരണം തടസ്സപ്പെട്ടു. യൂറോപ്പിന് മുന്നിലുള്ള ഒരേയൊരു യഥാർത്ഥ ബദൽ ഇറാനാണ്. അതായത് ഒരു പാശ്ചാത്യ അനുകൂല സർക്കാർ ഇറാനിൽ അധികാരത്തിൽ വന്നാൽ വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുന്ന ട്രാൻസ് കാസ്പിയൻ പൈപ്പ് ലൈൻ വഴി ഇറാന്റെ വാതകം യൂറോപ്പിലേക്ക് ഒഴുകും. അതോടെ റഷ്യക്ക് യൂറോപ്പിന് മേലുള്ള അവസാനത്തെ ഊർജ്ജ സ്വാധീനവും എന്നേക്കുമായി ഇല്ലാതാകും. അടുത്തത് കപ്ലർ ഡേറ്റയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഈ $1 ബില്യൺ ഇടപാടുകളിൽ ഭൂരിഭാഗവും നടക്കുന്നത് അമേരിക്കൻ ഡോളറിലല്ല, മറിച്ച് ചൈനയുടെ ക്രോസ് ബോർഡർ ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള യുവാൻ കറൻസിയിലാണ്. ഇത് വളരെ കൃത്യമായി അമേരിക്കൻ പെട്രോ ഡോളർ സിസ്റ്റത്തെ ദുർബലപ്പെടുത്തുന്നു. ഇറാനിലെ നിലവിലെ ഭരണകൂടം തകർന്നാൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഇറാന്റെ എനർജി എക്സ്പോർട്സിന്റെയും വിലയുടെയും പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കാം. ഇതൊരു ധാർമ്മിക യുദ്ധമല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം നിലനിർത്താനും റഷ്യയുടെ ഊർജ്ജ സാമ്രാജ്യത്തെ ഒറ്റപ്പെടുത്താനും വേണ്ടിയുള്ള കൃത്യമായ സിസ്റ്റമിക് വയലൻസ് മാത്രമാണ്. സത്യം എപ്പോഴും നമ്പറുകളിലാണ് നിലനിൽക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയ പ്രസ്താവനകളിലല്ല. ഈ ഭൗമരാഷ്ട്രീയ സിസ്റ്റം നിലവിൽ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് വിലയിരുത്താം. ആദ്യം ചൈനയുടെ വൾണറബിലിറ്റി പരിശോധിക്കാം. EIA ഡേറ്റ പ്രകാരം പ്രതിദിനം 16 മില്യൺ ബാരൽ എണ്ണ കടന്നുപോകുന്ന ചോക്ക് പോയിന്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. നാളെ അമേരിക്കൻ നാവികസേന ഈ കടലിടുക്ക് ഉപരോധിച്ചാൽ ചൈനയുടെ സപ്ലൈ ചെയിൻ മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നു വീഴും. ഈ സ്ട്രാറ്റജിക് ഗ്യാപ്പ് മറികടക്കാനാണ് ചൈന $1 ട്രില്യൺ ചിലവിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത്. ലോകബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ ചൈനയെയും യൂറോപ്പിനെയും കരമാർഗം ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ലാൻഡ് ബ്രിഡ്ജ് ഇറാനാണ്. ഇറാന്റെ പതനം എന്നാൽ ചൈനയുടെ വിതരണ ശൃംഖലയെ സുരക്ഷിതമാക്കാനുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ്. മറുവശത്ത് റഷ്യ ഇറാനെ കാണുന്നത് തങ്ങളുടെ തെക്കൻ അതിർത്തിയിലെ സ്ട്രാറ്റജിക് ഷീൽഡായാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആയുധ കൈമാറ്റ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് നൽകിയത് ഇറാൻ നൽകിയ ഷാഹിദ് ഡ്രോണുകളാണ്. വളരെ ചിലവ് കുറഞ്ഞ ഈ ആയുധങ്ങൾ റഷ്യയുടെ സൈനിക ചിലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സിസ്റ്റമിക് സ്ട്രെസ് ഇതാണ്.
അമേരിക്ക ഒരേ സമയം ഉക്രൈനിലും പശ്ചിമേഷ്യയിലും പണം ചിലവാക്കി തങ്ങളുടെ ഡെറ്റ് ലെവൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിക്കുമ്പോൾ മറുവശത്ത് ചൈനയും റഷ്യയും കൃത്യമായ ലക്ഷ്യത്തോടെ തങ്ങളുടെ സാമ്പത്തിക സൈനിക അടിത്തറ വിപുലീകരിക്കുകയാണ്. പ്രൊജക്ഷൻസും ആക്ച്വൽ കപ്പാസിറ്റിയും തമ്മിലുള്ള ഈ ഭീമമായ അന്തരം പാശ്ചാത്യ സാമ്പത്തിക ഘടനയെ അതിന്റെ തന്നെ ഭാരത്താൽ ദുർബലപ്പെടുത്തുന്നു. ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഞരമ്പായ സോവറിൻ ഡെറ്റ് നമുക്ക് നോക്കാം. യുദ്ധങ്ങളുടെയും ഉപരോധങ്ങളുടെയും യഥാർത്ഥ ക്യാപിറ്റൽ ഫ്ലോ പ്രവർത്തിക്കുന്നത് അവിടെയാണ്. US ട്രഷറിയുടെ ഒഫീഷ്യൽ TIC ഡേറ്റ പരിശോധിക്കുക. കഴിഞ്ഞ 10 വർഷമായി ചൈനയും റഷ്യയും മറ്റ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വിറ്റൊഴിവാക്കുകയാണ്. അവർക്ക് പകരം സ്വർണം വാങ്ങിക്കൂട്ടുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഡേറ്റ പ്രകാരം ലോകത്തെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് റെക്കോർഡ് തലത്തിലാണ്. എന്തിനാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? അമേരിക്കൻ ഐക്യനാടുകളുടെ നിലവിലെ ദേശീയ കടം $34 ട്രില്യൺ ആണ്. ഈ കടം നിലനിർത്താനും പലിശ അടയ്ക്കാനും അവർക്ക് നിരന്തരം വിദേശ രാജ്യങ്ങൾ ഡോളറുകൾ വാങ്ങേണ്ടതുണ്ട്. എന്നാൽ ഇറാനെ പോലെയുള്ള രാജ്യങ്ങളെ സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി: ഡോളർ വെറുമൊരു നാണയം എന്നതിലുപരി ഒരു ആയുധമായി മാറിയിരിക്കുന്നു. തങ്ങളുടെ സമ്പത്ത് മരവിപ്പിക്കാതിരിക്കാൻ രാജ്യങ്ങൾ റഷ്യയുടെ മിർ പേയ്മെന്റ് സിസ്റ്റത്തിലേക്കും ചൈനയുടെ CIPSലേക്കും മാറി. അതായത് ഇവിടെയുള്ള യഥാർത്ഥ റിസ്ക് ഒരു യുദ്ധം തോൽക്കുന്നതല്ല, മറിച്ച് റിസർവ് കറൻസി എന്ന നിലയിലുള്ള ഡോളറിന്റെ ഡിമാൻഡ് ഇടിയുന്നതാണ്. ഡോളറിന്റെ ഡിമാൻഡ് ഇടിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവരുടെ $34 ട്രില്യൺ കടത്തിന്മേലുള്ള പലിശ അടയ്ക്കാൻ കഴിയില്ല. ഇറാനെയും റഷ്യയും നിരന്തരം സംഘർഷങ്ങളിൽ നിർത്തി അവരുടെ സമാന്തര സാമ്പത്തിക വ്യവസ്ഥകളെ തകർക്കേണ്ടത് അമേരിക്കയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ആത്യന്തികമായി ഈ ഭൗമരാഷ്ട്രീയ യുദ്ധം ഊർജ്ജത്തിന് വേണ്ടി മാത്രമല്ല, ബോണ്ട് മാർക്കറ്റിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് കൂടി വേണ്ടിയാണ്. ആധുനിക ടെക്നോളജിക്കൽ പോളിസികളുടെ കണക്കുകൾ പരിശോധിക്കാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഹേവിയർ പാറ്റേണിനെ ഡേറ്റ അനലിസ്റ്റുകൾ വിളിക്കുന്നത് സാങ്ഷൻ അഡാപ്റ്റേഷൻ കർവ് എന്നാണ്. ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ പുറത്തുവിടുന്ന ഉപരോധങ്ങളുടെ ഡേറ്റയും ലോകബാങ്കിന്റെ GDP ഡേറ്റയും ഒന്ന് താരതമ്യം ചെയ്യാം. പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു തിയറി വിശ്വസിക്കുന്നു: ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകരും. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ കാണിക്കുന്നത് തികച്ചും വിപരീതമായ പാറ്റേൺ ആണ്. ഇറാനെ ആഗോള സപ്ലൈ ചെയിനിൽ നിന്ന് ഒറ്റപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇറാനിയൻ ഓട്ടോമോട്ടീവ് സെക്ടർ സ്വന്തമായി ചിപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ആയുധങ്ങൾ കിട്ടാതായപ്പോൾ അവർ ഇറാൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൂടെ സ്വന്തമായി ഡ്രോണുകൾ വികസിപ്പിച്ചു. സ്വിഫ്റ്റ് വിലക്കിയപ്പോൾ അവർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹവാല സിസ്റ്റത്തെ ഡിജിറ്റലൈസ് ചെയ്ത് അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ സെറ്റിൽമെന്റുകൾ നടത്തി. റഷ്യയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പാറ്റേൺ വളരെ വ്യക്തമാണ്. ഉപരോധങ്ങളുടെ അമിതമായ ആയുധവൽക്കരണം രാജ്യങ്ങളെ തളർത്തുന്നില്ല, മറിച്ച് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദശകം മുൻപ് പാശ്ചാത്യ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരുന്ന റഷ്യ, ചൈന, ഇറാൻ ആക്സിസ് ഇന്ന് ഉപരോധങ്ങളെ മറികടക്കാൻ കെൽപ്പുള്ള തികച്ചും സമാന്തരമായ ഒരു സാങ്കേതിക സാമ്പത്തിക എക്കോസിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നു. സിസ്റ്റം പ്രയോഗിച്ച് ആയുധം തന്നെ സിസ്റ്റത്തിനെതിരെ പ്രതിരോധമായി മാറുന്ന കൃത്യമായ പാറ്റേൺ ആണിത്. ഈ മൈക്രോ ആർക്കിടെക്ചർ താഴെത്തട്ടിൽ ഉണ്ടാക്കുന്ന യഥാർത്ഥ പ്രത്യാഘാതം ലോക്കൽ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല, അത് വളരെ വിപ്ലവകരമായ ഒരു വീക്ഷണം മാത്രമാണ്. യൂറോസ്റ്റാറ്റ് ഡേറ്റയിലേക്ക് നോക്കുക. യഥാർത്ഥ ഹ്യൂമൻ ഇമ്പാക്ട് വ്യവസായങ്ങളുടെ മരണമാണ്. വില കുറഞ്ഞ റഷ്യൻ വാതകവും തടസ്സങ്ങളില്ലാത്ത മിഡിൽ ഈസ്റ്റ് സപ്ലൈ ചെയിനുമായിരുന്നു യൂറോപ്യൻ വ്യാവസായിക ശക്തിയുടെ നട്ടെല്ല്. ഈ ഊർജ്ജ ലൈനുകൾ ഭൗമരാഷ്ട്രീയ ഉപരോധങ്ങളിലൂടെ വിച്ഛേദിക്കപ്പെട്ടപ്പോൾ BASF പോലുള്ള ജർമ്മൻ കെമിക്കൽ ഭീമന്മാർക്ക് യൂറോപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായി. ബ്ലൂംബർഗ് ഡേറ്റ പ്രകാരം കഴിഞ്ഞ 2 വർഷമായി യൂറോപ്പിലെ വൻകിട വ്യവസായങ്ങൾ അവരുടെ പ്ലാന്റുകൾ ചൈനയിലേക്കും അമേരിക്കയിലേക്കും മാറ്റുകയാണ്. ഇതിനെയാണ് മൂലധനത്തിന്റെയും വ്യവസായങ്ങളുടെയും വൻതോതിലുള്ള പലായനം എന്ന് വിളിക്കുന്നത്. മറുവശത്ത് എന്ത് സംഭവിക്കുന്നു? ചൈന ഇതേ സമയം ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 30% കുറഞ്ഞ നിരക്കിൽ ഊർജ്ജം വാങ്ങി തങ്ങളുടെ മാനുഫാക്ചർ ഗ്രിഡിനെ ശക്തിപ്പെടുത്തുന്നു. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ മുഖം. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ കാരണം പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇടത്തരക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. അവരുടെ വ്യാവസായിക അടിത്തറ ഇല്ലാതാകുന്നു. സാമ്രാജ്യത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ വ്യവസായങ്ങളെയും സാധാരണക്കാരുടെ സാമ്പത്തിക നിലനിൽപ്പിനെയും ബലി കഴിക്കുകയാണ് പാശ്ചാത്യ ഗവൺമെന്റുകൾ. ഹ്യൂമൻ ഇമ്പാക്ട് എന്നത് ഇവിടെ കേവലം ദാരിദ്ര്യമല്ല, മറിച്ച് തലമുറകൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂഖണ്ഡത്തിന്റെ വ്യാവസായിക സമ്പത്ത് മുഴുവൻ വൻകിട ഫിനാൻഷ്യൽ സിസ്റ്റങ്ങൾക്ക് വേണ്ടി ഇല്ലാതാകുന്നതാണ്. ഈ ഗ്ലോബൽ മെക്കാനിസത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങളിലെ വൈകാരികമായ വാർത്തകൾക്ക് പകരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റാബേസുകളിലെ ഈ 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. 1. ട്രഷറി ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഡേറ്റ. വിദേശ സെൻട്രൽ ബാങ്കുകൾ അമേരിക്കൻ സർക്കാർ ബോണ്ടുകൾ വിറ്റഴിക്കുന്നതിന്റെ വേഗത. 2. യുവാൻ ബേസ്ഡ് ഓയിൽ സെറ്റിൽമെന്റ്. ഡോളറിന് പകരം ചൈനീസ് യുവാനുള്ള എണ്ണ വ്യാപാരത്തിന്റെ തോത് എത്രത്തോളം വർദ്ധിക്കുന്നുവെന്ന് നോക്കുക. 3. യൂറോസ്റ്റാറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധികൾക്കിടയിൽ യൂറോപ്പിലെ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന തുടർച്ചയായ ഇടിവ്. 4. വേൾഡ് ഗോൾഡ് കൗൺസിൽ സെൻട്രൽ ബാങ്ക് പർച്ചേസസ്.
ഉപരോധങ്ങളെ ഭയന്ന് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ നടത്തുന്ന സ്വർണ്ണ ശേഖരണത്തിന്റെ പ്രതിമാസ ഡേറ്റ. ഈ 4 ഡേറ്റ പോയിന്റുകൾ നിരീക്ഷിക്കുക. അവിടെയാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നത്. നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി സാമ്രാജ്യങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാറില്ല. ഗ്ലോബൽ ബോണ്ട് മാർക്കറ്റുകളുടെയും സപ്ലൈ ചെയിനുകളുടെയും നിയന്ത്രണത്തിന് വേണ്ടി പക്ഷേ അവർ രാജ്യങ്ങളെ തന്നെ ഇല്ലാതാക്കാറുണ്ട്.